58, 58, 59, 59, 60, 60, 60, 60, 60. എഴുപത് 78, 79, 80. അപ്പൊ അതൊരു വിധം കറക്റ്റായി. 80. ഓന്റെ പടച്ച റബ്ബേ, എന്തത്? ഇതെങ്ങനെ ഇപ്പൊ ഇതില് വരുന്നേ? ഞാൻ 50 അല്ല പെണ്ണിയത്. ഇതിൽ 80 ഇല്ലല്ലോ. ഇതിലാണ് സാർ എണ്ണീട്ട്. നിങ്ങൾ കണ്ടില്ല ഞാൻ പിന്നെ എണ്ണീർന്നേ? ഇല്ല, ഞാൻ ഇതൊന്നും ഇങ്ങനെ നോക്കിട്ട് അങ്ങോട്ടിട്ട് എനിക്ക് ഇരിക്കോ? ഇങ്ങനെന്ത് പണി കാരണം ഇതിന്ന് എടുത്തിട്ടല്ലേ ഞാൻ ഈ എണ്ണി ഇരിക്കുന്നത്. ഒരു മേനക്കട. ഇത് എപ്പ തുടങ്ങി ഇരിക്കണം എന്റെ മോളിൽ ചെണ്ട. ഇതിപ്പോ മമ്മൂട്ടർ ഉണ്ടാക്കാൻ വലിയ മുണ്ടക്കെട്ടായി മാറിപ്പോ. ഞാൻ സഹായിക്കാം സാറേ. നിങ്ങള് സഹായിക്കണ്ട. നിങ്ങള് വേറെ നിങ്ങളിപ്പോ ഒരാളെ സാക്ഷി ഇരുത്തേക്കാണ് ഇവിടെ. ഞാൻ ഇത് എണ്ണി ഇട്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട്. നിങ്ങള് തുടരണ്ട നിന്റെ മോളില് പാലാക്ക്. നിങ്ങൾക്ക് എന്താ വെറുതെ ഇരുന്നാല്? നിങ്ങൾ അങ്ങനെ ഉണ്ടാണ്ട് അവിടെ ഇരിക്ക്. ഇത് ഞാൻ എന്നെ ഇവിടെ ചിട്ടപ്പെടുത്തി എനിക്ക് ഇട്ടോട്ടെ. നിങ്ങൾ കയ്യും കാലം കാണിക്കുമ്പോ എന്റെ ആല പോണേ. നിങ്ങൾ അനങ്ങാണ്ട് അവിടെ ഇരിക്കുന്നത് എണ്ണി ഇടുന്നവരെ. 10. ഇതിലിപ്പോ ആരടുത്ത്? ഏഴ് 10 എണ്ണിട്ട് എവിടെ സാറ്? അതിലായിട്ട് എനിക്ക് അതില്. അപ്പൊ നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ ഞാനിത് എണ്ണി ഇരിക്കല്ലേ ഇടണേ? നിങ്ങക്ക് കണ്ടൂടത്? സാറല്ലേ പറഞ്ഞു എന്നോട് മിണ്ടാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഇത് വേറെ ദിവസം തന്നെയാലും ശരിയാവുള്ളൂ. ഒന്നാമത്തെ ഇന്ന് ചൊവ്വാഴ്ചയാണ്. പൊതുവെ ഈ ചൊവ്വാഴ്ച ദിവസം വലിയ അടക്കറ. വെറുതെ അല്ലത് കിടന്ന് കെട്ടിത്തിരിക്കണത്. 10, 10, 10, 10, 10, 3, 13, 13, 3, 16, 35, 4, 39. 35, 4, 39. പക്ഷെ സാറ് പറഞ്ഞു 38. എടാ മാൻ ഞാൻ ഒരു കണക്കിന് ഇത് കൂട്ടി വരികയാണ്. വെറുതെ ഇതിന്റെ ഇടയിൽ കയറിയിട്ട് വെറുതെ കാണണമെന്ന് പറയല്ലേ നീ? ഞാനിപ്പോ നോക്കിയില്ലെങ്കിൽ ഇത് ഭാവിയിൽ ഫുൾ ആഡിറ്റ് ചെയ്ത് വരുമ്പോൾ വലിയ തെറ്റാവും. ഞാൻ ഇതൊന്ന് കൂട്ടട്ടെ. കയ്യിലിരിക്കണം ഉണ്ട് എത്രയാണ്, ഇത് രജിസ്റ്ററിലെ ഉണ്ട് എത്രയാണെന്നുള്ളത് ആർക്കും അറിയാം. അത് ടാലി ആവണ്ടേ? അതെ സാറിപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കണക്കായതുകൊണ്ട് കണക്ക് എപ്പോഴും സമാധാനമായിട്ട് കൂട്ടണം. നമ്മൾ ഈ ടെൻഷൻ പിടിച്ച് വെപ്രാളപ്പെട്ടിട്ട് കണക്ക് കൂട്ടിയാൽ കണക്ക് തെറ്റും. അതിൻ്റെ അനുഭവസ്ഥനാണ് ഞാൻ. അതിൻ്റെ ഒരു ചെറിയ തമാശ ഞാൻ സാറിനോട് പറയാം. ഇത് കേട്ട് സാറൊന്ന് റിലാക്സ് ചെയ്യും, എന്നിട്ട് പിന്നെ കണക്ക് കൂട്ടിക്കോ. അപ്പോൾ കണക്ക് ശരിയാവും. സാർ കേൾക്ക്, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. കണക്ക് പരീക്ഷ. അയ്യോ, ഉറക്കൊടിയിട്ടിരുന്ന് പഠിച്ച് എല്ലാം റെഡിയാക്കി കൂട്ടി കുഴച്ചും ഒക്കെ എഴുതി എല്ലാം കണക്കെല്ലാം നോക്കി പരീക്ഷ ഹാളിൽ ചെന്നിരുന്ന് ചോദ്യപേപ്പർ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വെച്ച് നോക്കിയപ്പോൾ സയൻസ് പരീക്ഷ. ഞാൻ പഠിച്ചോണ്ട് പോയത് കണക്ക്. ഞാൻ ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ ഞാൻ പഠിച്ചുകൊണ്ടുവന്നത് കണക്കാണ്, ഇത് സയൻസാണ്. അപ്പോൾ ടീച്ചർ പറയാണ് ഒരു കണക്കിനൊക്കെ എഴുതിക്കോളാം. ഞാൻ പറഞ്ഞു ടീച്ചർ സയൻസ് പരീക്ഷയല്ലേ, അതാ പറഞ്ഞത് ഒരു കണക്കിനൊക്കെ എഴുതിക്കോളാം. ടീച്ചർ ഞാനെന്ത് ചെയ്ത് അങ്ങോട്ട് വെച്ചങ്ങ് എഴുതി ഒരു കണക്കിന്. അവസാനം മാർക്ക് വന്നപ്പോൾ എനിക്ക് സയൻസിന് ഫുൾ മാർക്ക്. എൻ്റെ ദൈവമേ, ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ സയൻസൊക്കെ എനിക്ക് ഫുൾ മാർക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ അയ്യോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞു വന്നേ. നീ ഇപ്പൊ ഇത് പറഞ്ഞത് എന്തിന്? സാറൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി നമുക്ക് ഇപ്പൊ സാറൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ആര്, ഞാനോ? ആയില്ലേ സാറേ? നീ ഒന്നും ഇഴിഞ്ഞ് പോടുന്നു. എനിക്ക് സാറേ ഞാൻ പറയാം. സാറ് റിലാക്സ് ആയില്ലെങ്കിൽ ഞാൻ ഒരു തമാശയോടെ പറയാം. മന്മത, ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി തീർക്കട്ടെ.